ഒരു കാലത്ത് എല്ലാ ദിവസവും മുതലപ്പൊഴിയിൽ നിന്ന് നമ്മൾ മരണപ്പൊഴി എന്ന് പറഞ്ഞ അപകട വാർത്തയാണ് കൊടുത്തുകൊണ്ടേയിരുന്നത് അല്ലേ? ഇന്ന് എന്താണ് അവിടുത്തെ സ്ഥിതി എന്ന് ആരെങ്കിലും ആലോചിക്കാറുണ്ടോ? അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് പേടിയില്ലാതെ കടലിൽ പോകാൻ കഴിയുന്നുണ്ടോ? ആരാ ചോദിക്കുക? ഞങ്ങൾ ചോദിക്കും. നമ്മുടെ റിപ്പോർട്ടേഴ്സ് അവിടേക്ക് പോയിട്ടുണ്ട്. മുതലപ്പൊഴിയിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ നമ്മുടെ സ്വന്തം സുനിഷ അയ്യല്ലൂരും സ്വാന്തന സജു. ഈ 5 വർഷത്തിനിടയിൽ മുതലപ്പൊഴിയിൽ പൊഴിഞ്ഞത് 17 ജീവനുകൾ. അപകടങ്ങളിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടത് നിരവധി പേർ. മുതലപ്പൊഴി മരണപ്പൊഴിയായിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ ചോദ്യങ്ങൾ ബാക്കിയാകുന്നു. മുതലപ്പൊഴിയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് മരണഭയമില്ലാതെ ഈ പൊഴി മുറിച്ചു കടക്കാൻ കഴിയുന്നുണ്ടോ? മറ്റൊരു തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ മുതലപ്പൊഴിക്കാർക്ക് എന്താണ് പറയാനുള്ളത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി ഞങ്ങൾ ഇറങ്ങുകയാണ് മുതലപ്പൊഴിയിലേക്ക്. മുതലപ്പൊഴിയിലെ പ്രശ്നങ്ങൾക്ക് ഒരു അറുതി വന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടോടുകൂടി കൊട്ടിഘോഷിച്ചൊരു വെർച്വൽ ഉദ്ഘാടനം നടത്തിയിട്ട് നാളിതുവരെയായിട്ട് അതിൻ്റെ ഒരു നീക്കമൊക്കെ ഉണ്ടായിട്ടില്ല. അത് ആകെ കുറേ കല്ലുകൾ ഉണ്ടാക്കുന്നു. അതല്ലാതെ ഇവിടുന്ന് മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് തുടങ്ങിയ ശേഷം മാത്രമേ കല്ലടിക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഒരു വർക്ക് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എൻ്റെ അളിയൻ്റെ മക്കൾ 2 എണ്ണം ഒരേ സമയം ഒരു അളിയനും മരണപ്പെട്ട് 2 മക്കളും മരണപ്പെട്ടു. ഇപ്പോഴത്തെ വെള്ളം താന്നു പോയിട്ട് അവർക്കൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ ഇതിനെങ്ങനെ ഒരു പരിഹാരം കിട്ടും? പരിഹാരം എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഈ പൊഴി ശരിയാക്കിയല്ലാത്ത രീതിയിൽ പരിഹാരമില്ല. ഇതിനകത്ത് കടൽക്ഷോഭം അല്ലാത്ത സമയത്ത് വലിയ തിരകൾ അടിക്കുന്നുണ്ട്. മരണത്തെ മുന്നിൽ കണ്ട് തിരിച്ചു വന്നവർക്ക് ഇപ്പോഴും പേടി മാറിയിട്ടില്ല. ഞാനും ഈ വള്ളത്തിൽ ആക്സിഡൻ്റ് ആയ ആളാണ്. ഇന്നൊരു പണിക്ക് പോകാൻ പറ്റാതെ കിടക്കുന്ന ആളാണ്. എൻ്റെ വള്ളത്തിൽ ഒരാൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നും നമ്മൾ ഈ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുമ്പോഴത്തേക്ക് ഇപ്പോഴും ഇടുപ്പിലൊക്കെ കമ്പിയിട്ട് കിടക്കുന്നതാണ്. എന്നിട്ടൊന്നും നമുക്കൊന്നും ഒരു സഹായം കിട്ടിയിട്ടില്ല. രാവിലെ കടലിലേക്ക് പോയവർ തിരിച്ചെത്തും വരെ ആ വീട്ടിൽ ലാതിയാണ്. ജീവനത്തെ ശരീരം കണ്ട മരവിച്ച കുടുംബങ്ങൾ വേറെയും. ഒരു കുടുംബത്തുള്ള 2 പേര് പോയിട്ടുണ്ട്. ഒരു വള്ളം മറിഞ്ഞ് മൊത്തം പേരും മരിച്ചു. അപ്പോഴും സമരം, കുറച്ചാൾ കൂടും, പിന്നെ അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ വരും, അതങ്ങ് പിരിഞ്ഞങ്ങ് പോവും. വീണ്ടും ഇത് തന്നെ ഇവിടെ പൊഴിയിൽ ഇത് തന്നെ അവസ്ഥ. എൻ്റെ മക്കൾ പോയാൽ എങ്ങനെ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയോടെ അല്ലേ ഇരിക്കും. ആ പ്രതീക്ഷയൊക്കെ തെറ്റി വേണം ജീവിക്കാൻ പോകാനുള്ളത്. പിന്നെ നമ്മളും ഗതിയില്ലാത്തവരല്ലേ മക്കളെ. നമ്മൾ ജോലി ചെയ്താലല്ലേ കഴിക്കാൻ പറ്റും. ജനങ്ങളുടെ ജീവനും സുരക്ഷയും രാഷ്ട്രീയ ചർച്ചകളിൽ എത്രമാത്രം മുൻഗണന നേടുന്നുണ്ട് എന്നത് ഒരു ചോദ്യമാണ്. മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തി. ഈ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ, ഇവരുടെ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് ഉത്തരവാദിത്തമുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം സാന്ത്വന സാജുവും സുനിഷ അയ്യല്ലൂരുമാണ് മുതലപ്പൊഴിയിൽ നിന്നും.